നിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പുതിയതായിട്ട് ആനിമയിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു 5 അണ്ടർ റേറ്റഡ് ആനിമീസ്? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റെയിൻസ് ഗേറ്റ് ആണ്. സ്റ്റെയിൻസ് ഗേറ്റ് ഇതിനു മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഉണ്ട്. പക്ഷേ യെറ്റ് സ്റ്റെയിൻസ് ഗേറ്റ് സ്റ്റിൽ സ്റ്റാൻഡ് ആസ് എ അണ്ടർ റേറ്റഡ് ആനിമ. സെക്കൻഡ് എന്ന് പറയുന്നത് ഹെവൻലി ഡെലൂഷനാണ്. ഹെൽസ് പാരഡൈസിൻ്റെ കൂടെ ഇറങ്ങിയ ഒരു ആനിമയാണ്. ഹെൽസ് പാരഡൈസിൻ്റെ ഷാഡോയിൽ പെട്ടുപോയി. ഹെൽസ് പാരഡൈസിൻ്റെ ആ ഒരു ഓളത്തിനിടയ്ക്ക് നമുക്കൊരു നല്ലൊരു സ്റ്റോറി മിസ്സായെന്ന് വേണമെങ്കിൽ പറയാം. ഹെവൻലി ഡെലൂഷൻ ഒരു ആദ്യത്തെ 2 എപ്പിസോഡ് കാണുക, അതെങ്ങനെ ഹൂക്കാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഞാനിതൊരു ഇൻസ്റ്റാ റീലി കണ്ടിട്ടാണ് കണ്ടു തുടങ്ങുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സണി ബോയ് ആണ്. സണി ബോയ് എന്ന് പറഞ്ഞാൽ പഴയൊരു ആനിമ, ഇസക്കായി ആണ്. പക്ഷേ നോർമൽ ഇസക്കായി കണക്ക് മറ്റേ ഹരവും എച്ചിയും അതേപോലെ ഒരു നോ ബ്രെയിനർ നത്തിങ് അല്ല. ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറി. അടുത്ത പറഞ്ഞാൽ ഇനുയാഷ ദ ഗോഡ് ഓഫ് ഇസക്കായി എന്ന് വേണമെങ്കിൽ പറയാം. ഇസക്കായി നമ്മളിപ്പം കാണുന്നതിനകത്ത് ആ ജോണ്ടറിനകത്ത് പല സ്റ്റോറി ലൈനും ക്യാരക്ടറിനെ എല്ലാം അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനുയാഷ എൻഗേജിങ് ആണ് ഭയങ്കര. അടുത്തെന്ന് പറഞ്ഞാൽ 7th ടൈം ലൂപ്പാണ്. ടൈം ലൂപ്പ് ഇഷ്ടമാണ് നിങ്ങൾക്ക്, ഇൻ്റർസ്റ്റെല്ലാറും ഇൻസെപ്ഷനും ട്രയാങ്കിളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന കിടുള്ളൊരു സീരീസാണ് 7th ടൈം ലൂപ്പ്. സോ ദാറ്റ്സ് മൈ റെക്കമെൻഡേഷൻസ്. ഇത് കൂടാതെ നിങ്ങൾക്ക് വല്ല റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ യു നോ ദ ഡ്രിൽ, ഡു കമൻറ്റ് ഔട്ട്. പറ്റിയാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.